ഹായ് ഫ്രണ്ട്സ്, സാപ്പിഡിയ മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ OTT അപ്ഡേറ്റുകളാണ്. OTT അപ്ഡേറ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് റിലീസ് ചെയ്തിരിക്കുന്ന സിനിമകളാണ്. ഇന്ന് ശരിക്കും പറയുകയാണെങ്കിൽ ഇന്നൊരു ചാകരയായിരുന്നു. മലയാളത്തിൽ നിന്ന് റിലീസുകളൊന്നുമില്ലായിരുന്നു. എങ്കിലും ഇന്ന് ഏകദേശം 10ഓളം സിനിമകളും സീരീസുകളായിട്ട് ഏകദേശം 10ഓളം റിലീസുകൾ ഇന്ന് ഉണ്ടായിട്ടുണ്ട്. 2 സിനിമകൾ സർപ്രൈസായി റിലീസ് ചെയ്തെന്നും ഇന്ന് അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. പിന്നെ പ്രേമലു പറഞ്ഞ സിനിമയുടെ ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അപ്ഡേറ്റ് ആണ് ഒഫീഷ്യൽ അപ്ഡേറ്റ് അല്ല, ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അത് നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോടാൻ വന്നിരിക്കുന്നത്. പിന്നെ ഒരു സിനിമയുടെ റിവ്യൂ ചെയ്തിട്ടുണ്ട്. ഞാൻ യാദൃശ്ചികമായിട്ടൊരു സിനിമ കാണാനിടയായി. ഒരു കന്നഡ മൂവിയായിരുന്നു, അതിൻ്റെ മലയാളം ഡബ്ഡ് വേർഷനാണ്. അപ്പോൾ ആ ഒരു സിനിമയുടെ റിവ്യൂ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ തൊട്ട് മുമ്പത്തെ വീഡിയോ ആണ്. കാണാത്തവരൊന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഏതൊക്കെ സിനിമകളാണ് നോക്കാം. നമുക്ക് ആദ്യം തന്നെ പ്രേമലു പറഞ്ഞ സിനിമയുടെ അപ്ഡേറ്റ് എന്താണെന്ന് നോക്കാം. പ്രേമലു ഇപ്പോൾ തിയേറ്ററിൽ നിറഞ്ഞ സദസ്സിൽ ഓടിക്കൊണ്ടിരിക്കുന്നതാണ്. ഏകദേശം 100-120 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. അപ്പോൾ ഒരു ബ്ലോക്ക് ബസ്റ്ററാണ്, നമ്മുടെ ഈ വർഷത്തെ ഏറ്റവും വലിയ ബ്ലോക്ക് ബസ്റ്ററുകളിൽ ഒരു സിനിമയാണ് പ്രേമലു പറഞ്ഞ സിനിമ. അപ്പോൾ ഈ ഒരു സിനിമയുടെ OTT റൈറ്റ്സ് ഡിസ്നി+ ഹോട്ട്സ്റ്റാർ സ്വന്തമാക്കി എന്നാണ് ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്ന അപ്ഡേറ്റുകൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ എബ്രഹാം ഓസ്ലറിന് ശേഷം, അതായത് എബ്രഹാം ഓസ്ലർ കഴിഞ്ഞ ദിവസം റിലീസ് ചെയ്തു, അതിനുശേഷം റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്ന മലയാള സിനിമയാണ് പ്രേമലു എന്നാണ് അറിയാൻ കഴിയുന്നത്. ഏപ്രിൽ മാസം 5-ാം തീയതിയാണ് ഒരു എക്സ്പെക്റ്റഡ് ഡേറ്റ് ആയിട്ട് ഈ സിനിമ ഡിസ്നി+ ഹോട്ട്സ്റ്റാർ വഴി റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതായിട്ടുള്ള ഒരു ഡേറ്റ് കാണുന്നത്. ഏപ്രിൽ മാസം 5-ാം തീയതിയാണ് എക്സ്പെക്റ്റഡ് ഡേറ്റ്. എന്തായാലും നമുക്ക് ഒഫീഷ്യൽ അപ്ഡേറ്റ് വരുന്നവരെ വെയിറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഇന്ന് ഓൾറെഡി റിലീസ് ചെയ്തിരിക്കുന്ന സിനിമകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. മൊത്തം 10ഓളം സിനിമകൾ ഉണ്ട് ഞാൻ പറഞ്ഞു. അതിലൊന്നാമത്തത് ഒരു ത്രില്ലർ ഫാൻറ്റസി ക്രൈം വിഭാഗത്തിൽപ്പെടുന്ന ഒരു സിനിമയാണ്. ഒരു തെലുങ്ക് മൂവിയാണ്. ഭൂതാടം ഭാസ്കർ നാരായണ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. തെലുങ്ക് മൂവിയാണ്. ആഹാ തെലുങ്ക് വഴിയാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. തെലുങ്ക് ഭാഷ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. അടുത്തതും തെലുങ്ക് എന്നുള്ളൊരു സിനിമയായിരുന്നു. അത് തെലുങ്ക് സിനിമ ഇതിന് മുമ്പേ തന്നെ റിലീസ് ചെയ്തതാണ്. തെലുങ്ക് ഭാഷ മിക്സപ്പ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആഹാ തെലുങ്കിലായിരുന്നു ഇതിന് മുമ്പ് റിലീസ് ചെയ്തിരുന്നത്. തമിഴ് വേഷം ഇപ്പോൾ മുതൽ അവൈലബിൾ ആണ് ആഹാ തമിഴ് വഴി. അടുത്തത് ഒരു തമിഴ് സിനിമ തന്നെയാണ്. വിത്തൈക്കാരൻ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. സിംപ്ലി സൗത്ത് OTT പ്ലാറ്റ്ഫോം, അതുപോലെ തന്നെ ആമസോൺ പ്രൈം എന്നീ OTT പ്ലാറ്റ്ഫോം വഴിയാണ് ഈ ഒരു സിനിമ, ഒരു ത്രില്ലർ ഡ്രാമ ക്രൈം വിഭാഗത്തിൽപ്പെടുന്ന ഈ ഒരു സിനിമ, കോമഡി വിഭാഗത്തിൽപ്പെടുന്ന ഈ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. തമിഴ് ഭാഷ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. അടുത്തൊരു ഹിന്ദി സീരീസ് ആണ്. ലൂട്ടേരെ എന്നാണ് സീരീസിന്റെ പേര് വരുന്നത്. ഒരു അഡ്വഞ്ചർ ആക്ഷൻ വിഭാഗത്തിൽപ്പെടുന്ന ഒരു സീരീസാണ്. ഡിസ്നി+ ഹോട്ട്സ്റ്റാർ വഴി ഈ ഒരു സീരീസ് ഹിന്ദി ഭാഷ കൂടാതെ തമിഴ്, തെലുങ്ക്, മലയാളം, കന്നഡ ഭാഷകളായിട്ട് ഇപ്പോൾ മുതൽ അവൈലബിൾ ആണ്. 2 എപ്പിസോഡുകളാണ് ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുള്ളത്. ഇനി അടുത്ത ദിവസങ്ങളിൽ പിന്നെ അടുത്ത ആഴ്ചകളിൽ അടുത്ത എപ്പിസോഡുകളും കാര്യങ്ങളൊക്കെ റിലീസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അടുത്തത് ഒരു കോമഡി ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. ദ കുജൂസ് എഗെയിൻ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആമസോൺ പ്രൈമിലാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തത് ഒരു കോമഡി ആക്ഷൻ ക്രൈം വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. അർഗേൽ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഇംഗ്ലീഷ് ഭാഷ കൂടാതെ ഹിന്ദി ഭാഷയിലും ഈ സിനിമ iTunes വഴി ഇന്ന് OTT റിലീസ് ചെയ്തിട്ടുണ്ട്. അടുത്തൊരു ഡ്രാമ ഹിസ്റ്ററി വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. ഷേർലി എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഇംഗ്ലീഷ് ഭാഷയിൽ ഈ സിനിമ നെറ്റ്ഫ്ലിക്സിലാണ് റിലീസ് ചെയ്തിട്ടുള്ളത്. ഇംഗ്ലീഷ് ഭാഷ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. അടുത്ത ക്രിസ്റ്റഫർ നോളൻ സംവിധാനം ചെയ്ത ഓസ്കാർ വാരിക്കൂട്ടിയ സിനിമയായിരുന്നു ഓപ്പൺ ഹെയ്മർ എന്ന് പറഞ്ഞ സിനിമ. ഈ സിനിമയുടെ ഇംഗ്ലീഷ് വേർഷനൊക്കെ ഇതിനു മുമ്പേ റിലീസ് ചെയ്തിരുന്നെങ്കിലും ഇപ്പോൾ പിന്നെ ഹിന്ദിയിലും തമിഴിലും പിന്നെ മറാത്തിയിലും ബംഗാളിയിലും കന്നഡയിലും ഒക്കെ റിലീസ് ചെയ്തിരിക്കുകയാണ്. ജിയോ സിനിമ വഴി ഇപ്പോൾ മുതൽ അവൈലബിൾ ആണ്. മലയാളം വന്നിട്ടില്ല. മലയാളം പലരും ചോദിക്കുന്നുണ്ട് മലയാളം വന്നിട്ടുണ്ടോ എന്നുള്ളത്. ഈ സിനിമയുടെ മലയാളം വന്നിട്ടില്ല, മറ്റെല്ലാ ഭാഷകളും വന്നിട്ടുണ്ട്. അതായത് ഹിന്ദി, തമിഴ്, മറാഠി, ബംഗാളി, കന്നഡ, ഇംഗ്ലീഷ് ഈ ഭാഷകളായിട്ടാണ് ജിയോ സിനിമയിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഇനി നമുക്ക് 2 സിനിമകൾ ഇന്നിപ്പോൾ സർപ്രൈസ് റിലീസ് ചെയ്തിട്ടുണ്ട് ആമസോൺ പ്രൈമിൽ. ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞത് ഏതെങ്കിലും സിനിമ സർപ്രൈസ് ഉണ്ടാകുന്നുള്ളത് മലയാളത്തിൽ നിന്നായിരുന്നു പ്രതീക്ഷിച്ചിരുന്നതെങ്കിലും മലയാളം വന്നിട്ടില്ല. ഒരു ഹിന്ദി ഒരു തെലുങ്കും ആണ് വന്നിട്ടുള്ളത്. തെലുങ്ക് സിനിമ തമിഴിൽ അവൈലബിൾ ആണ്. തെലുങ്ക് സിനിമ നോക്കിക്കഴിഞ്ഞാൽ ഓപ്പറേഷൻ വാലന്റൈൻ എന്ന റിയാക്ഷൻ വാർ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. വരുൺ തേജും മാനുഷി ചില്ലറൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമയായിരുന്നു. ഈ സിനിമ തെലുങ്കിലും തമിഴിലായിട്ട് ആമസോൺ പ്രൈമിൽ സർപ്രൈസ് റിലീസ് ചെയ്തിട്ടുണ്ടെന്ന്. അടുത്തത് ഒരു എന്താ പറയുക, റൊമാൻറ്റിക് കോമഡി സയൻസ് ഫിക്ഷൻ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഹിന്ദി മൂവിയാണ്. തേരി ബാത്തോ മേ ഏസാ ഉൽജാ ജിയ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഷാഹിദ് കപൂറും കൃതി സനനും ഒക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമയാണ്. ഈ സിനിമ ഹിന്ദി ഭാഷയിൽ മാത്രമാണ് ആമസോൺ പ്രൈമിൽ അവൈലബിൾ ആയിട്ടുള്ളത്. 2 ഓപ്ഷനിലാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയും സിനിമകളാണ്. ഈ സിനിമയും സർപ്രൈസായി റിലീസ് ചെയ്തതാണ് കേട്ടോ ആമസോൺ പ്രൈമിൽ. അപ്പോൾ ഇത്രയും സിനിമകളുടെ സീരീസുകളുടെ അപ്ഡേറ്റുകളാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിച്ചിട്ടുള്ളത്. ഈ ലിസ്റ്റിൽ ഏതൊക്കെ സിനിമകൾ കണ്ടു, ഏതൊക്കെ സിനിമകളാണ് നിങ്ങൾ കാത്തിരിക്കുന്നത്, ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ എന്തൊക്കെയെന്നുള്ള കാര്യങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കുക ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും
ബൈ.